ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഏറ്റവും വളരെ സുപ്രധാനമായൊരു നീക്കമാണ് SITയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. മുൻ ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ അറസ്റ്റിലായിരിക്കുന്നു. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി രാജീവ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. രാജീവ്, ഇപ്പോൾ അതീവ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് SIT കടന്നിരിക്കുകയാണ്. പത്മകുമാർ അറസ്റ്റിലായിരിക്കുന്നു. 2 തവണ നോട്ടീസ് അയച്ച് വിളിപ്പിച്ചതിന് ശേഷമാണ് ചോദ്യം ചെയ്യലുണ്ടായത്. ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എത്രത്തോളം നിർണായകമായാണ് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പത്മകുമാറിന്റെ അറസ്റ്റിനെ നമുക്ക് കാണാനാകുക? നിലമ ഏതായാലും വളരെ നിർണായകമായൊരു നീക്കം തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം നടത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ പത്മകുമാർ അറസ്റ്റിലാകും എന്ന സൂചനകൾ പുറത്തു വന്നിരുന്നു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് 2019 പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കെയാണ് ഈ സ്വർണ്ണപ്പാളികൾ ചെമ്പ് എന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് ഉത്തരവ് പുറത്തിറങ്ങുന്നത്. 2019 ഫെബ്രുവരിയിലായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡ് യോഗം ചേർന്നത്. ഈ യോഗത്തിന് തീരുമാനപ്രകാരമായിരുന്നു പിന്നെയുള്ള നടപടികൾ. അതായത് 2019 ഫെബ്രുവരിയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനകൾ വളരെ കൃത്യമായി ദേവസ്വം ബോർഡ് ആസ്ഥാനത്തുൾപ്പെടെ നടന്നു എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെത്തി പരിശോധന നടത്തിയിരുന്നു. ആദ്യഘട്ടത്തിൽ ദേവസ്വം ബോർഡിനോട് ഈ രേഖകൾ ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ദേവസ്വം ബോർഡ് തയ്യാറായിരുന്നില്ല. പിന്നീടാണ് പ്രത്യേക അന്വേഷണ സംഘം ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് എത്തുകയും ഈ രേഖകൾ പിടിച്ചെടുക്കുകയും ചെയ്തത്. ഈ പരിശോധനയിലാണ് പത്മകുമാറിന്റെ പങ്ക് കൂടുതൽ തെളിഞ്ഞിരിക്കുന്നത്. കാരണം മിനിറ്റ്സ് രേഖകളിൽ ഒപ്പിട്ടിരിക്കുന്നത് പത്മകുമാറും മറ്റ് ദേവസ്വം ബോർഡ് അംഗങ്ങളുമാണ്. ഇപ്പോൾ പത്മകുമാർ അറസ്റ്റിലായെങ്കിൽ വരും ദിവസങ്ങളിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളായ ശങ്കർദാസ് ഉൾപ്പെടെയുള്ളവരെയും ചോദ്യം ചെയ്യും, അവരും അറസ്റ്റിലാകും എന്ന് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ 2019 ഫെബ്രുവരിയിലാണ് കട്ടളപ്പാളികൾ കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട ഉത്തരവ് പുറത്തിറക്കുന്നത്. അതിൽ സ്വർണ്ണപ്പാളികൾ ചെമ്പ് എന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് ബോർഡിന് മുന്നിലേക്ക് എത്തുന്നു. ബോർഡ് ഇത് അംഗീകരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിന് പിന്നിൽ വലിയ ഗൂഢാലോചന അതിന് മുൻപ് തന്നെ നടക്കുന്നു. ആ ഗൂഢാലോചനയിൽ അന്ന് ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു, എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷ് കുമാർ, പിന്നീട് ഇങ്ങോട്ട് ദേവസ്വം ബോർഡ് കമ്മീഷണറായിരുന്ന N വാസു, ഈ ഉന്നതതലത്തിലുള്ള ഗൂഢാലോചനയ്ക്ക് ശേഷമാണ് ഇത് ബോർഡിലേക്ക് എത്തുന്നത്. രാജീവ്, ഈ പത്മകുമാറിന് കുരുക്കായത് ഉദ്യോഗസ്ഥരുടെയും അതുപോലെ അന്നത്തെ ബോർഡ് അംഗങ്ങളുടെയും ഒക്കെ മൊഴികളായിരുന്നു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. മാത്രവുമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പത്മകുമാറിന് വലിയ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്ന വിവരം കൂടി ഈ SITയുടെ ചോദ്യം ചെയ്യലിൽ അവരുടെ അന്വേഷണത്തിലൊക്കെ വ്യക്തമായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ പൂർണ്ണമായും പത്മകുമാർ കുടുങ്ങിയിരിക്കുകയാണ്. ആ കുടുങ്ങിയ ഘട്ടത്തിലാണ് ഒരു നിവൃത്തിയുമില്ലാതെ അറസ്റ്റ് എന്ന ഘട്ടത്തിലേക്ക് SIT കടന്നിരിക്കുന്നത്. അങ്ങനെ അനുമാനിക്കാമോ? നിലവ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിന്റെ രീതി നോക്കുകയാണെങ്കിൽ 2019 ഫെബ്രുവരി 20 ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് പുറത്തിറങ്ങുന്നത്. ആ ഉത്തരവിൽ ഈ സ്വർണ്ണപ്പാളികൾ ചെമ്പ് എന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് ഉത്തരവ് പുറത്തിറങ്ങുന്നു എന്ന് മാത്രമല്ല, ഈ സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടുന്നതിനുള്ള അനുമതിയാണ് ദേവസ്വം ബോർഡ് നൽകുന്നത്. ഈ അനുമതിയുടെ അടിസ്ഥാനത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ കട്ടളപ്പാളികൾ 2019 മാർച്ചിൽ കൊടുത്തുവിടുന്നത്. ഈ മാർച്ചിൽ ദേവസ്വം ബോർഡിന്റെ ഉത്തരവുണ്ട്. അന്ന് ആ സമയത്ത് നമ്മൾ ഈ വാർത്ത ചെയ്തപ്പോൾ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂടിയായ പത്മകുമാറിനോട് ഇത് ചോദിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ബോർഡിന്റെ തീരുമാനപ്രകാരമല്ല, ഉന്നത ഉദ്യോഗസ്ഥർ മാത്രം അറിഞ്ഞുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ കട്ടളപ്പാളികൾ കൊടുത്തുവിട്ടു എന്നാണ്. എന്നാൽ അത് ശരിയല്ല. ഈ ഉത്തരവ് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അന്ന് ദേവസ്വം ബോർഡിന്റെ സെക്രട്ടറി ആയിരുന്ന ജയശ്രീ ഒപ്പിട്ടിരിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വേണ്ടിയാണ്. സാങ്കേതികമായി ആ സമയത്ത് തന്നെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ പുറത്തുവിട്ടതാണ്. അതായത് ദേവസ്വം ബോർഡുകൾ രൂപീകരിക്കുന്ന ആക്ട് ഉണ്ട്. ദേവസ്വം ബോർഡുകൾ രൂപീകരിച്ചുകൊണ്ടുള്ള ആക്ടിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ദേവസ്വം ബോർഡ് സെക്രട്ടറി എന്തിനു വേണ്ടിയാണ് ഒപ്പിടുന്നത്, ആർക്ക് വേണ്ടിയാണ് ഒപ്പിടുന്നതെന്ന്. ആ പ്രകാരം നോക്കുകയാണെങ്കിൽ ദേവസ്വം ബോർഡിന്റെ തീരുമാനപ്രകാരമാണ് ദേവസ്വം ബോർഡ് സെക്രട്ടറി ആയിരുന്ന ജയശ്രീ ആ ഉത്തരവിൽ ഒപ്പിട്ടുകൊണ്ട് ഉത്തരവ് പുറത്തിറങ്ങുന്നത്. ഈ ഉത്തരവ് പുറത്തിറങ്ങിയ ശേഷമാണ് മറ്റ് ഗൂഢാലോചന നടക്കുന്നത്. ഈ ഉത്തരവിന്റെ മറവിൽ ഈ സ്വർണ്ണപ്പാളികൾ ചെമ്പ് എന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് കൊടുത്തുവിടുകയാണ്. അതിന് കൂട്ടുന്നത് മുരാരി ബാബു, സുധീഷ് കുമാർ, KS ബൈജു തൊട്ട് ഇങ്ങോട്ട് അന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കമ്മീഷണറായിരുന്ന N വാസു വരെയാണ്. ഇതെല്ലാം നടന്നത് 2019 മാർച്ച് വരെയാണ്. ഇതിനുശേഷമാണ് അടുത്ത ഗൂഢാലോചന നടക്കുന്നത്. ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ കൂടി കൊണ്ടുപോകാനായിരുന്നു അടുത്ത ഗൂഢാലോചന. 2019 ജൂലൈയിലാണ് ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്നത്. കൊണ്ടുപോയതിനു ശേഷമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം നടക്കുന്നത്. 5 മാസത്തോളം ഈ സ്വർണ്ണപ്പാളികളെ കുറിച്ച് ഒരു വിവരവുമില്ല എന്ന വസ്തു കൂടി നിലനിൽക്കുകയാണ്. ഈ സ്വർണ്ണപ്പാളികളൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു, അവിടെ പ്രദർശന വസ്തുവാക്കുകയാണ്. ഈ സമയത്ത് പത്മകുമാർ അവിടേക്ക് എത്തുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങൾ പത്മകുമാർ സന്ദർശിച്ചു എന്നാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഈ പത്മകുമാർ കൂടി മറ്റ്
മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ സ്വർണ്ണപ്പാളികൾ പ്രദർശന വസ്തുവാക്കിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. ഇതിന് പ്രതിഫലം പത്മകുമാറിന് ലഭിച്ചു എന്നാണ് SITയുടെ അടുത്ത കണ്ടെത്തൽ. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം ഇരിക്കുന്നത്. സാമ്പത്തിക നേട്ടം പത്മകുമാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നും സാമ്പത്തിക നേട്ടം പത്മകുമാർ ഉണ്ടാക്കി എന്നാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ തട്ടിപ്പുകൾ നടത്തുന്നു എന്ന് പത്മകുമാറിന് വളരെ കൃത്യമായി അറിയാമായിരുന്നു. എന്നിട്ടും പത്മകുമാർ അതിന് കൂട്ടുന്നു. അതായത് നിലവിൽ ഉള്ള പ്രതികൾ, അതായത് മുരാരി ബാബു തൊട്ട് ഇങ്ങോട്ട് N വാസു വരെയുള്ള പ്രതികൾ ചെയ്തതിനേക്കാൾ വളരെ ഗുരുതരമായ കുറ്റമാണ് പത്മകുമാർ ചെയ്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. മാത്രമല്ല, ഈ SIT സംഘം സന്നിധാനത്ത് പരിശോധനയ്ക്കായി എത്തിയിരുന്നു. ഈ പരിശോധനയ്ക്ക് എത്തിയ വേളയിൽ 2019 അവിടുത്തെ ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്തുന്നു. ഈ മൊഴി രേഖപ്പെടുത്തുമ്പോൾ അവർ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എല്ലാ സ്വാതന്ത്ര്യവും ഈ 2019 മുതൽ ഇങ്ങോട്ട് സന്നിധാനത്തുണ്ടായിരുന്നു. 2019 മുതൽ ഇങ്ങോട്ട് എന്ന് പറയുമ്പോൾ 2025 വരെ എല്ലാ സ്വാതന്ത്ര്യവും അവിടെ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. പത്മകുമാറിന്റെ മുറിയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി സന്നിധാനത്തേക്ക് എത്തുമ്പോൾ തുടർച്ചയായി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാത്ത ഒരു വ്യക്തി എന്തിനാണ് പ്രസിഡന്റിന്റെ മുറി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയത് എന്ന ചോദ്യത്തിന് മറുപടി നൽകാൻ പത്മകുമാറിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, എല്ലാ രേഖകളും മുന്നിൽ വെച്ച് തന്നെയാണ് തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനം പ്രവർത്തിക്കുന്നത്. പോലീസ് ആസ്ഥാനത്ത് തന്നെയാണ്. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ പത്മകുമാറിനെ ചോദ്യം ചെയ്തത്. മിനിറ്റ്സ് രേഖകൾ ഉൾപ്പെടെ ഹാജരാക്കിയപ്പോൾ അതിന് കൃത്യമായ ഒരു മറുപടിയും നൽകാൻ പത്മകുമാറിന് കഴിഞ്ഞില്ല. ഫോൺ രേഖകൾ, ശാസ്ത്രീയമായി ശേഖരിച്ച തെളിവുകൾ, അക്കൗണ്ട് വിവരങ്ങൾ, കൈമാറിയ പണത്തിന്റെ കൃത്യമായ കണക്കുകൾ, ഇതുവരെയുള്ള മൊഴികൾ, ഇതെല്ലാമാണ് പത്മകുമാറിന് മുന്നിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം വെച്ചത്. ഇതിന് ഒരു മറുപടിയും നൽകാൻ പത്മകുമാറിന് കഴിഞ്ഞില്ല. ഇതോടെ അറസ്റ്റ് പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തുകയായിരുന്നു. മറ്റ് തുടർ നടപടികളിലേക്ക് കടക്കുകയായിരുന്നു. ഏതായാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ രണ്ടാമത്തെ പ്രസിഡന്റാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന N വാസു പ്രസിഡന്റായിരുന്നു. അതുപോലെ തന്നെ പത്മകുമാർ, ഈ നിർണായകമായ സംഭവം നടക്കുമ്പോൾ പ്രസിഡന്റായിരുന്ന പത്മകുമാർ കൂടി അറസ്റ്റിലേക്ക് പോയിരിക്കുകയാണ്. ഇനി അറസ്റ്റിലാകാനുള്ളത് ശങ്കർദാസ് ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡ് അംഗങ്ങളാണ്. ഇതിൽ എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് 2018 ശബരിമല യുവതീ പ്രവേശന വിഷയമാണ്. ആ യുവതീ പ്രവേശന വിഷയത്തിൽ യുവതികളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കാനും സുപ്രീം കോടതിയിൽ ഇതിനാവശ്യമായ നിയമ നടപടികൾക്ക് നേതൃത്വം നൽകാനും ആരൊക്കെയാണോ മുന്നിട്ടിറങ്ങിയത് അവരൊക്കെ വീണ്ടും ഒരു മണ്ഡലകാലം എത്തുമ്പോൾ അഴിക്കുള്ളിലേക്ക് പോകുന്ന സാഹചര്യമാണുള്ളത്. ആ സമയത്ത് ശബരിമലയിൽ ഉണ്ടായിരുന്ന മുരാരി ബാബു, അതുപോലെ തന്നെ സുധീഷ് കുമാർ, KS ബൈജു തൊട്ടിങ്ങോട്ട് ഉന്നത തലത്തിൽ ഇതിന് ഗൂഢാലോചന നടത്തിയ, ശബരിമല യുവതീ പ്രവേശന വിഷയത്തിലെ തുടർ നടപടികൾക്ക് ഗൂഢാലോചന നടത്തിയ ദേവസ്വം കമ്മീഷണറായിരുന്ന N വാസു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ശബരിമലയിൽ യുവതീ പ്രവേശനത്തിനായി എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകിയ N വാസു തൊട്ടിങ്ങോട്ട് അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാർ വരെയുള്ളവർ അഴിക്കുള്ളിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഏതായാലും ശബരിമല സ്വർണ്ണ കവർച്ചയിൽ വളരെ നിർണായകമായ നീക്കത്തിലേക്ക് SIT ഇപ്പോൾ കടക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് പിന്നിൽ ഹൈക്കോടതിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇടപെടൽ നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ഇതൊന്നും സാധ്യമാകുമായിരുന്നില്ല. രാജീവ്, ഇപ്പോഴും നമ്മളാണ് യഥാർത്ഥത്തിൽ ഈ 2025 അവിടെ നിന്ന് ഈ പാളി കൊണ്ടുപോയി എന്നുള്ള വിവരം, സ്വർണ്ണപ്പാളി കൊണ്ടുപോയി എന്നുള്ള വിവരം ആദ്യമായി പുറം ലോകത്തെ അറിയിക്കുന്നത് ജനം TV-യാണ്. തുടർന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് മറ്റു മാധ്യമങ്ങൾ ഈ വിഷയം ഏറ്റെടുക്കുകയും ഹൈക്കോടതിയുടെ പരിഗണനയിലേക്കൊക്കെ ഈ വിഷയങ്ങൾ എത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ വളരെ കൃത്യമായി നമ്മുടെ ഒരു മാധ്യമ ഇടപെടൽ ഇതിൽ പറഞ്ഞു പോകേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം 98-ൽ 30 കിലോ സ്വർണം വിജയ് മല്യ പൊതിഞ്ഞു നൽകിയത്, അവിടെ ക്ലാഡിംഗ് നടത്തി നൽകിയത്, ഈ വിവരങ്ങളൊക്കെ അറിയാത്തവരല്ല ഈ പത്മകുമാറും അതുപോലെ CPM-ന്റെ നേതൃത്വവും എന്നൊക്കെ പറയുന്നത്. EK നയനാർ മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണല്ലോ ഈ അവിടെ വിജയ് മല്യ സ്വർണം നൽകുന്നത്. 30 കിലോ സ്വർണമാണ് നൽകിയത്. അപ്പോൾ എവിടെയെല്ലാം സ്വർണമുണ്ട്, എവിടെ നിന്നെല്ലാം അഴിച്ചു കൊണ്ടുപോയാൽ സ്വർണം വൻതോതിൽ കിട്ടും എന്നൊക്കെ വളരെ കൃത്യമായി CPM-ന്റെ നേതൃത്വത്തിനടക്കം അറിയാം. ഒരുപക്ഷെ അത്തരത്തിൽ വലിയ ഗൂഢാലോചനയുടെ മുന്നൊരുക്കമായിരിക്കാം 2018-ലും 2019-ലും ഒക്കെ നമ്മൾ കണ്ടത്. ഇപ്പോൾ സ്വാഭാവികമായും പത്മകുമാറിലേക്ക് ഇപ്പോൾ അറസ്റ്റ് എത്തി നിൽക്കുമ്പോൾ പത്മകുമാറിന് നേതൃത്വം നൽകിയത് ആരാണ് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരേണ്ടതല്ലേ ഇനി? നിയമ ഏതായാലും 2018-ൽ തുടങ്ങിയ ആ ഗൂഢാലോചന ഒരു ഘട്ടത്തിലും അവസാനിച്ചിരുന്നില്ല എന്നുകൂടി നമുക്ക് പറയേണ്ടി വരും. അതായത് നീലിമ സൂചിപ്പിച്ചതുപോലെ ജനം TV ഈ വാർത്ത പുറത്തുവിട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ഈ സ്വർണ്ണ കവർച്ച യഥേഷ്ടം തുറന്നുകൊണ്ടിരിക്കുമായിരുന്നു. മാത്രമല്ല, ഇതിനകത്ത് ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ, ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ, ഹൈക്കോടതി നിയോഗിച്ച ആ സ്പെഷ്യൽ കമ്മീഷണർ ഇടപെടൽ കൂടിയാണ് ഈ വസ്തുതകളും ഈ പൊള്ളത്തരങ്ങളും എല്ലാം പുറത്തു കൊണ്ടുവന്നത് എന്നതും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഏതായാലും 2025-ൽ പോലും വീണ്ടും ഈ സ്വർണ്ണ കവർച്ചയ്ക്കുള്ള മുൻകരുതലുകൾ
തയ്യാറെടുപ്പുകൾ അല്ലെങ്കിൽ മുന്നൊരുക്കങ്ങളൊക്കെ നടത്തിയിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. 2025 ഇവർ ശ്രമിച്ചത്, അതായത് അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, 2024 സ്മാർട്ട് ക്രിയേഷൻസിന് വീണ്ടും കത്തയക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കത്തയക്കുന്നു. ഈ നിലവിലുണ്ടായിരുന്ന, അതായത് PS പ്രശാന്ത് പ്രസിഡന്റ് ആയിരിക്കുകയാണ് വീണ്ടും കത്തയക്കുന്നത്. അതിന് കാരണമെന്ന് പറയുന്നത് ഈ സ്വർണം മങ്ങുമ്പോഴാണ്, അതായത് സ്വർണം മങ്ങി ചെമ്പ് പുറത്തു വരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് വീണ്ടും സ്മാർട്ട് ക്രിയേഷൻസിന് കത്തയക്കുന്നു. ഈ കത്തിലും ചൂണ്ടിക്കാണിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം തന്നെ ഈ സ്വർണ്ണപ്പാളികൾ വീണ്ടും കൊടുത്തുവിടുകയാണ്. അത് അറ്റകുറ്റപ്പണികൾ നടത്തി സൗജന്യമായി തിരിച്ചു നൽകണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കത്തയക്കുന്നത് മുരാരി ബാബുവാണ്. കാരണം ഇത് പിടിക്കപ്പെടും എന്ന ഒരു ഘട്ടത്തിലായിരുന്നു ഈ രീതിയിലുള്ള ഒരു നീക്കം ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ആ സമയത്താണ് ഹൈക്കോടതിയെ പോലും അറിയിക്കാതെ അവിടെ നിന്ന് സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയത്. അതായത് നിലവിലെ സാഹചര്യത്തിൽ ശബരിമലയിൽ നിന്ന് എന്ത് കൊണ്ടുപോകണമെങ്കിലും, എന്ത് അറ്റകുറ്റപ്പണികൾ നടത്തണമെങ്കിലും, എന്ത് തീരുമാനമെടുക്കണമെങ്കിലും അത് ഹൈക്കോടതിയെ അറിയിക്കണം. അതുപോലെ തന്നെ ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ കമ്മീഷണർ അറിയണം. അത്തരമൊരു നീക്കം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഹൈക്കോടതിയുടെ ഇടപെടൽ വന്നതിന് ശേഷമാണ് മറ്റു തലത്തിലുള്ള അന്വേഷണത്തിലേക്ക് പോകുന്നത് എന്നതും നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഹൈക്കോടതി ഇടപെട്ട ശേഷമാണ് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം തുടങ്ങുന്നതും. അതുപോലെ തന്നെ ഹൈക്കോടതി പ്രത്യേകം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ മാത്രമേ അന്വേഷണം നടത്താവൂ. ഹൈക്കോടതിയാണ് അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്. 10 ദിവസം കൂടുമ്പോൾ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് നൽകണമെന്ന ആവശ്യം കൂടി ഹൈക്കോടതി മുന്നോട്ട് വെച്ചിരുന്നു എന്ന് മാത്രമല്ല, ഹൈക്കോടതിക്ക് മുന്നിൽ 42ഓളം റിപ്പോർട്ടുകളാണുള്ളത്. അതിൽ ശബരിമല സ്പെഷ്യൽ കമ്മീഷൻ നൽകിയ റിപ്പോർട്ടുകളാണ്. ആ റിപ്പോർട്ടുകളിൽ ശബരിമലയിൽ എന്തൊക്കെയാണ് നടന്നത് എന്ന് അക്കമിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ SIT രൂപീകരിക്കുന്നതിന് മുൻപ് തന്നെ ഹൈക്കോടതി പറഞ്ഞത് ഉന്നത തലത്തിലുള്ള ഗൂഢാലോചന ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ട്. 2019 ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ പത്മകുമാറാണ് സ്വർണ്ണക്കൊള്ളയുടെ മുഖ്യ സൂത്രധാരൻ എന്നാണ് SITയുടെ കണ്ടെത്തൽ. അപ്പോൾ ഉയരുന്ന ഒരു സംശയം, ഈ പത്മകുമാറിൽ അവസാനിക്കുകയാണോ ഇതിൻ്റെ അന്വേഷണം എന്നുള്ള കാര്യം. അത്തരത്തിൽ ചില സംശയങ്ങൾ കൂടി പ്രകടമാകുന്നുണ്ട്. പത്മകുമാർ വരെ അന്വേഷണം നീണ്ടാൽ മതി എന്നുള്ള തരത്തിൽ ഒരു തിരക്കഥ അവിടെ ഒരുങ്ങിയിട്ടുണ്ടോ എന്നാണ് ഇപ്പോൾ സംശയം തോന്നുന്നത്. കാരണം ചില മാധ്യമങ്ങളിലൊക്കെ വാർത്ത വരികയാണ് മുഖ്യ സൂത്രധാരൻ പത്മകുമാറാണ് എന്ന്. നിലവിലെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പത്മകുമാറിലേക്കാണ് അന്വേഷണം എത്തുന്നത്. കാര്യം പത്മകുമാറിന്റെ നേതൃത്വത്തിലാണ് ഈ സ്വർണ്ണ കവർച്ചയ്ക്കായുള്ള ഗൂഢാലോചന, ആസൂത്രണം ഒക്കെ നടന്നത് എന്നതാണ് നിലവിലുള്ള തെളിവുകൾ. പക്ഷേ നമ്മൾ നേരത്തെ പുറത്തുവിട്ട ചില ചിത്രങ്ങളുണ്ട്. ആ ചിത്രങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഇത് തെളിയിക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നതാണ്. മന്ത്രി തന്നെ നേരിട്ട് തിരുവനന്തപുരത്ത് ഉൾപ്പെടെ പല ചടങ്ങുകളിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പങ്കെടുപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാമായിരുന്നു. 2025 ഈ ദ്വാരപാലക ശില്പങ്ങൾ വീണ്ടും സ്വർണം പൂശുന്നതിനായി കൊണ്ടുപോകുന്നതിന് തൊട്ടു മുൻപും ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുഖ്യമന്ത്രിയും ഒരുമിച്ച് ഒരു ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ചിത്രങ്ങൾ ഉൾപ്പെടെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇവരുമായൊക്കെ അടുത്ത ബന്ധം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉണ്ട് എന്ന് വ്യക്തമാകുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഉന്നത തലത്തിലുള്ള ഉദ്യോഗസ്ഥരോ മാത്രം വിചാരിച്ചാൽ, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റോ മാത്രം വിചാരിച്ചാൽ ശബരിമലയിൽ നിന്ന് ഇങ്ങനെ സ്വർണം കൊണ്ടുപോകാൻ കഴിയുമോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. അതിന് കാരണമെന്ന് പറയുന്നത് 2018 ശബരിമല യുവതീ പ്രവേശന വിഷയം നമുക്കറിയാം. അതിനുശേഷം പോലീസിന്റെ സമ്പൂർണ്ണമായ നിരീക്ഷണത്തിലായിരുന്നു സന്നിധാനം ഉണ്ടായിരുന്നത്. ഹൈന്ദവ സംഘടനാ നേതാക്കൾക്ക് പോലും സന്നിധാനത്തേക്ക് എത്താൻ കഴിയാത്ത ഒരു സാഹചര്യം, മാധ്യമ പ്രവർത്തകർക്ക് പോലും സന്നിധാനത്തേക്ക് പോകണമെങ്കിൽ മുൻകൂർ അനുമതി വാങ്ങേണ്ട ഒരു സാഹചര്യമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. 2019 സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. 2019 ഫെബ്രുവരിയിലാണ് ഈ ഗൂഢാലോചന നടക്കുന്നത്. 2019 മാർച്ചിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ എത്തി കട്ടളപ്പാളികൾ കൊണ്ടുപോകുന്നത്. 2019 മാർച്ചിൽ അവിടെ എത്തി കട്ടളപ്പാളികൾ കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോൾ ആ സമയത്തും ശബരിമല വലിയ സുരക്ഷയിലായിരുന്നു. പോലീസ് വിന്യാസം അവിടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പോലീസിന്റെ നിയന്ത്രണത്തിലായിരുന്നു എന്നതുകൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതായുണ്ട്. എന്തുകൊണ്ട് സർക്കാർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഇന്റലിജൻസ് മുഖ്യമന്ത്രിയെ ഈ വിവരം അറിയിച്ചില്ല, ഇന്റലിജൻസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഈ വിവരം അറിഞ്ഞില്ല എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഏതായാലും ഇന്റലിജൻസ് ഉൾപ്പെടെ അറിയാതെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ കഴിയില്ല. മാത്രമല്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് സംവിധാനമുണ്ട്. ആ വിജിലൻസ് സംവിധാനം എന്തുകൊണ്ട് ആ സമയത്ത് കൃത്യമായ ഇടപെടൽ നടത്തിയില്ല എന്ന ചോദ്യം വളരെ പ്രസക്തമായി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് തുടരുക. ഒട്ടേറെ ചോദ്യങ്ങൾ ബാക്കി നിൽക്കുകയാണ്. പത്മകുമാറിലേക്ക് മാത്രം എത്തിയത് കൊണ്ട് ഈ അന്വേഷണത്തിൽ പൂർണ്ണതയുണ്ടാകുമോ? ഇനി എന്തെല്ലാം കാര്യങ്ങളാണ് പുറത്തു വരേണ്ടത്? ഒപ്പം തന്നെ കൊല്ലത്ത് നിന്നും മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷയിൽ എന്തായി എന്നുള്ള ഒട്ടേറെ പ്രധാനപ്പെട്ട വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം